ും ജീവിക്കുന്ന സമ്പന്നനായ ഒരു മനുഷ്യൻ, അയാൾക്കതാ നെഞ്ചിന്റെ ഭാഗത്തൊരു വേദന വരുന്നു. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറയാണ് ഇനി അധിക ദിവസമില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. അയാളുടെ സമ്പത്ത്, അയാളുടെ സൗകര്യങ്ങൾ, പിന്നെ അയാൾക്ക് എന്ത് സമാധാനം നൽകാനാണ്? അല്ലേ? ആ മരണത്തെ കുറിച്ചുള്ള ഓർമ്മ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ അവിടെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ ആഴം കിടക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കുക, നിങ്ങൾ ഓർമ്മ വർദ്ധിപ്പിക്കുക. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഓർമ്മ വർദ്ധിപ്പിക്കേണ്ടത്? ഹാദിമിൽ ലദ്ദാത്ത്, സുഖഭോഗങ്ങളുടെ അന്തകനെ കുറിച്ച്, എല്ലാ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരാൻ. നോക്കൂ സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരാളെ അതിനു വേണ്ടി നിയമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ ഹാദിമുൽ ലദ്ദാത്തിനെ കുറിച്ച്, ഈ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഉമറിനെ നര ബാധിച്ചപ്പോൾ ആ മനുഷ്യനെ പിരിച്ചുവിട്ടു. മാത്രമല്ല, ചരിത്രത്തിൽ കാണാം, ഉമറിന്റെ മോതിരത്തിൽ ഹാദിമുൽ ലദ്ദാത്ത് എന്ന്, സുഖഭോഗങ്ങളുടെ അന്തകനെന്ന് ഉമർ കോറിയിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, കാരണം അതാണ് ജീവിതം നന്നാക്കാൻ, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് എന്നുള്ളതാണ്. അല്ലേ? ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര ആളുകൾ നമ്മുടെ മുന്നിലൂടെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ മരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലേ? ഫോണുകളിൽ ധാരാളം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് തുടങ്ങുന്ന ധാരാളം മരണ വാർത്തകൾ വായിച്ചവരും അത് ഷെയർ ചെയ്തവരുമാണ് നമ്മൾ. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നമ്മൾ ചിന്തിക്കണം, ആ ടെക്സ്റ്റിൽ നമ്മുടെ പേര് വരുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ പേരിന് നേരെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് എഴുതി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ മയ്യത്ത് നമസ്കാരം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്ന ദിവസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആരും തന്നെ ആ ദിവസത്തിൽ നിന്ന് ഒഴിവല്ലല്ലോ. ആർക്കും തന്നെ ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ലല്ലോ. സകല മനുഷ്യരുടെയും ജീവിതത്തിൽ അത് കടന്നു വരും. അല്ലേ? അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസി ദാഖിലുഹു, മരണം ഒരു കവാടമാണ്. സകല മനുഷ്യരും അതിലൂടെ പ്രവേശിക്കും. എല്ലാവരും മരിക്കും. ലോകാവസാനം അടുക്കുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. അദ്ദേഹവും മരണപ്പെടും. അല്ലേ? ഇനി ആരെങ്കിലും ഈ ലോകത്ത് ബാക്കിയാകുമായിരുന്നുവെങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയാകുമായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഒരു കവി പാടിയത്, വലൗ കാനത്തിദ് ദുനിയ തദൂമു ലി അഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. എന്താണ് അതിന്റെ അർത്ഥം? ഈ ലോകം അതിന്റെ ആളുകൾക്കായി എന്നെന്നും നിലനിൽക്കുമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശാശ്വതനാകുമായിരുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും മരിക്കാതെ ബാക്കിയാകുമായിരുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാകുമെന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി പോയില്ലേ? വഫാത്തായി പോയി എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നലിൽ മൗതി ലസകറ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട്. കളവ് പറയാത്ത നുബുവത്തുള്ള നാവ് കൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ പരലോകത്ത് ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനാണ്. അല്ലേ? നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ അധ്യായങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കോളൂ. ഓരോ നബിമാരെ വിളിക്കുമ്പോഴും അല്ലാഹ് പറഞ്ഞു, യാ മൂസ, യാ ഇബ്രാഹിം, യാ ദാവൂദ്, യാ സുലൈമാൻ. എന്നാൽ സഹോദരങ്ങളെ, 30 ജുസ്ഉകൾ 114 അധ്യായങ്ങൾ, 6000-ലധികം വരുന്ന വചനങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കോളൂ. യാ മുഹമ്മദ് എന്നൊരു പദം പരിശുദ്ധ ഖുർആനിൽ കാണുക സാധ്യമല്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ വിളിച്ചത് എങ്ങനെയാണ്? യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ. യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂലേ. അത്രക്കും അല്ലാഹു ആദരിച്ച, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ട് ആ പ്രവാചകന് പോലും മരണത്തിന്റെ സമയത്ത് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മരണത്തിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ.
നോക്കൂ, നിങ്ങൾ ആരും ശാശ്വതരല്ല. എല്ലാ മനുഷ്യരും മരിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, എന്തെല്ലാം നേട്ടങ്ങൾ ശാസ്ത്രം കൊയ്തു എന്ന് പറഞ്ഞാലും, ഒരു നഫ്സിനെ, ഒരുവനെ അവന്റെ അജലെത്തിക്കഴിഞ്ഞാൽ, അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ മാറ്റം വരുത്തുകയില്ല. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണ്. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ജാഅ അജലുഹും, ഒരുവൻ അവന്റെ അജലെത്തിക്കഴിഞ്ഞാൽ, അവധി എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് പോലും അത് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുകയില്ല. സഹോദരങ്ങളെ, ആ അജൽ എത്തിക്കഴിഞ്ഞാൽ, ആ കൃത്യസമയത്ത് അതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നമ്മുടെ റൂഹ് പിടിക്കുമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലേ, അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ള മലക്കുകളുണ്ട്. എത്ര ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടറുടെ കീഴിൽ ചികിത്സ തേടിയാലും, അതല്ലെങ്കിൽ എത്ര വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ 4 ചുമരുകൾക്കുള്ളിലാണെങ്കിലും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടിയുയർത്തപ്പെട്ട കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും നിങ്ങളുടെ അജലെത്തിയാൽ, നിങ്ങളോട് ഒളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. അവരതിലൊരു വീഴ്ചയും വരുത്തൂല. അല്ലേ, പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത്, അങ്ങനെ ഒരുവന്റെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ, തവഫത്ഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ, അങ്ങനെ ഒരുവന്റെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദൂതന്മാർ, അതിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ അവനെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നതാണ്, പിടികൂടുന്നതാണ്. വഹും ലാ യുഫർരിതൂൻ, അവരതിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ല. സമയായാൽ സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറൂല. അള്ളാഹുവിന്റെ മലക്കുകൾ അതിൽ വീഴ്ച വരുത്തില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ, അതിന്റെ എത്ര തെളിവുകൾ നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെ കണ്ടിട്ടുണ്ട്. അല്ലേ, എൻ്റെ വാപ്പാന്റെ ഒരു സുഹൃത്ത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. എന്താണ് മരണത്തിന്റെ സാഹചര്യം? അദ്ദേഹം ചെറുപ്പം മുതൽ പോറ്റി വളർത്തിയ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ ചെറുപ്രായം മുതൽ സ്വപ്നങ്ങളോടെ, അതുപോലെ ആഗ്രഹങ്ങളോടെ പോറ്റി വളർത്തിയ സ്വന്തം മകളുടെ നിക്കാഹിന്റെ ദിവസം അന്ന് ഓഡിറ്റോറിയത്തിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി, എല്ലാ ഒരുക്കങ്ങളും നടത്തി, എല്ലാം ശരിയാണ്, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. കുളിച്ച് ചെല്ലണം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ചെല്ലണം, മകളുടെ നിക്കാഹ് കഴിച്ചു കൊടുക്കണം. ബാത്റൂമിൽ കയറിയ മനുഷ്യൻ കുറെ നേരമായിട്ടും ഇറങ്ങാതെ കണ്ടപ്പോ തുറന്നു നോക്കുമ്പോ അറ്റാക്ക് വന്ന് മരണപ്പെട്ട് കിടക്കണം. നോക്കൂ, നിങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ ഒരു ദിവസത്തിന് വേണ്ടി, എത്ര കാലത്തെ സ്വപ്നമായിരിക്കും ആ ഒരു ദിവസം. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അത് മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുകയില്ല എന്നുള്ളതാണ്. എല്ലാം ഇവിടെ അവസാനിപ്പിച്ച് ആ റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ചെല്ലേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആത്മാർത്ഥമായി നമ്മൾ നടത്തേണ്ടതുണ്ട്. സന്തോഷത്തോടുകൂടി റബ്ബിലേക്ക് മടങ്ങാൻ, സന്തോഷത്തോടുകൂടി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ, അതിനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആ മരണത്തെക്കുറിച്ച് ഓർക്കാനുള്ള അതിനുള്ള മാർഗങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂർ, ഞാൻ നിങ്ങളോട് ഖബർ സന്ദർശനം നിരോധിച്ചിരുന്നു, എന്നാൽ ഫസൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് നിങ്ങൾക്ക് മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. ഖബർ സന്ദർശനം എന്തിനാ? നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാനാണ്, നമ്മുടെ പരലോകത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാനാണ്. നോക്കൂ നിങ്ങൾ, ഇമാം തൊബരി ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ചിന്തയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ ഖബറിൽ കിടക്കുന്ന ആളെക്കുറിച്ച് നീ ചിന്തിക്കുക.
ആ ഖബറിൽ കിടക്കുന്നവനിൽ നിനക്ക് നിന്നെ കാണാൻ സാധിക്കണം. എന്താ നിന്റെ അവസ്ഥ? നാളെ അവിടെ പോകാനുണ്ട്, ഇന്ന ഓഫീസിൽ പോയിട്ട് ഇന്ന പേപ്പർ ശരിയാക്കാനുണ്ട്, നാളെ ഇത്ര പൈസ ഇന്ന അക്കൗണ്ടിൽ കിട്ടുകൊടുക്കാനുണ്ട്, നാളെ ഇന്ന ആളുടെ കല്യാണം ഉണ്ട്, ഇന്ന സ്ഥലത്ത് പോകാനുണ്ട്, കുട്ടികളുടെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാനുണ്ട്. സഹോദരങ്ങളെ, ഈ തിരക്കുകളെല്ലാം ആ ഖബറിനടിയിൽ കിടക്കുന്ന ആൾക്കും ഉണ്ടായിരുന്നു. അയാൾക്കുമുണ്ടായിരുന്നു കുടുംബം, അയാൾക്കുമുണ്ടായിരുന്നു കുട്ടികൾ, അയാൾക്കുമുണ്ടായിരുന്നു മീറ്റിങ്ങുകൾ. അതെല്ലാം എവിടെ പോയി പ്രിയപ്പെട്ടവരെ? ഖബറിനടിയിലാണ്. ഇമാം തുബരി പറയാണ്, ഖബർ സന്ദർശനത്തിന്റെ സമയത്ത് നിനക്കുണ്ടാകേണ്ട ചിന്തയാണിത്. അല്ലേ സഹോദരങ്ങളെ, ആ തിരക്കുകളൊക്കെ എവിടെയാ പോയത്? ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ തിരക്കുകൾ എവിടെയാ പോയത്? അതുപോലെ ഒരു ദിവസം സഹോദരങ്ങളെ, നമ്മുടെ പണികളെല്ലാം ബാക്കിയാക്കി, നമ്മുടെ പണികളെല്ലാം ഇടക്ക് വെച്ച് റബ്ബിന്റെ അജലെത്തിക്കഴിഞ്ഞാൽ, റബ്ബിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി പണിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഇത്രയൊക്കെ കേട്ടിട്ടും ആ മരണം അടുത്തുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ, ആ മരണത്തെക്കുറിച്ചുള്ള പേടി നമുക്ക് വരുന്നില്ല എങ്കിൽ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുക്കണം. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ നിങ്ങളൊന്ന് വായിക്കണം. അതിന്റെ തുടക്കത്തിലെ അതിന്റെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിന്റെ ഘട്ടങ്ങളെ കുറിച്ച് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് കാണാം. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹു കൃത്യമായി വരച്ചു കാണിക്കുക. അള്ളാഹ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിൽ നിന്നാ? മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹ് പറയാ, കളിമണ്ണിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ ഘട്ടവും അള്ളാഹു കൃത്യമായി വരച്ചു കാണിക്കുക. അള്ളാഹ് പറയാണ്, സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മകീൻ, പിന്നീട് ഒരു ബീജമായി കൊണ്ട് നാം അവനെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. സുമ്മ ഖലഖനൻ നുത്ഫത അലഖ, പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. ഫഖലഖനൽ അലഖത മുദ്ഗ, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. ഫഖലഖനൽ മുദ്ഗത ഇളാമ, തുടർന്ന് ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. അല്ലാഹു പറയാണ്, ഫകസൗനൽ ഇളാമ ലഹ്മ, എന്നിട്ട് ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അതിനെ വളർത്തിയെടുത്തു. ഫതബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ, അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനാകുന്നു. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ഓരോ ഘട്ടവും പറയാൻ, കളിമണ്ണിൽ നിന്നാ സൃഷ്ടിച്ചത്, ബീജമാക്കി, ഭ്രൂണമാക്കി, മാംസപിണ്ഡമാക്കി. ഈ ഓരോ ഘട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വരച്ചു കാണിക്കുക. പടിപടിയായിട്ട് അല്ലാഹു പറഞ്ഞു തരാണ്, ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇതിന്റെ തൊട്ടടുത്ത ആയത്തിൽ എന്താ അല്ലാഹു പറയണെന്ന് അറിയുമോ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇത്ര കൃത്യമായി വരച്ചു കാണിച്ചിട്ട്, ഇങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട്, അതിന്റെ തൊട്ടടുത്ത ആയത്തിൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, അതിനുശേഷം അവർ മയ്യത്തുകളാക്കപ്പെടുന്നതാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ ഇത്ര കൃത്യമായി പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, അതിനുശേഷം അവർ മയ്യത്തുകളാക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, ജീവിതം എവിടെ പോയി സഹോദരങ്ങളെ? ജീവിതം അതത്ര തുച്ഛമാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ സ്വാലിഹായ ഒരു മനുഷ്യൻ പറഞ്ഞതായി കൊണ്ട് ഖുർആനിലില്ലേ, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മത, എന്റെ ജനങ്ങളെ, ഈ ദുനിയാവെന്നുള്ളത് ചെറിയൊരു വിഭവം മാത്രമാണ്. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറമാണ് സ്ഥിരവാസത്തിനുള്ള കേന്ദ്രം. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, അദ്ദുനിയാ സലാസതു അയ്യാം, ദുനിയാവെന്ന് പറഞ്ഞാൽ വെറും 3 ദിവസങ്ങളാണ്. അതിലൊന്ന് അംസ്, ഇന്നലെയാണ്. അത് കഴിഞ്ഞുപോയി. ഇന്നലെ ഇനി പുതിയൊരു ഇബാദത്ത് നമ്മുടെ രേഖയിൽ ചേർക്കാൻ നമുക്ക് സാധ്യമല്ല. 3 ദിവസത്തിൽ ഒരു ദിവസം കഴിഞ്ഞു പോയി. പിന്നെയുള്ളത് നാളെയാണ്. അതാകട്ടെ ഒരാൾക്കും തന്നെ അറിയില്ല നാളെ താൻ എന്താണ് ചെയ്യുക എന്ന്.
നാളെ നമ്മളുണ്ടോ എന്ന്, നമ്മൾ വേവലാതിപ്പെടുന്ന നമ്മുടെ ഭാവിയിൽ നമ്മളുണ്ടോ എന്ന്, നാളെ നമ്മളുണ്ടോ എന്ന് നമുക്കൊരുറപ്പുമില്ല സഹോദരങ്ങളെ. പിന്നെ ആകെ നമ്മുടെ കയ്യിലുള്ളത് ഇന്നാണ്. അതുകൊണ്ട് ഓരോ സെക്കൻഡുകളും, ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട്, ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ട് ജീവിക്കുവാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിന്റെ ഘട്ടം മരണാസന്നമായി കിടക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തിരുന്നിട്ട് പ്രയാസത്തോടുകൂടി പറയുകയാണ്, വാ ഹുസ്ന, എന്തൊരു ദുഃഖമാണിത്, വാ കർബ, എന്തൊരു പ്രയാസത്തിന്റെ സമയമാണിത് എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, വാ ഫർഹ, എന്തൊരു സന്തോഷത്തിന്റെ സമയമാണിത്, വാ ഫർഹ, എന്തൊരു ആനന്ദത്തിന്റെ സമയമാണിത്. ഞാൻ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എൻ്റെ സ്വഹാബത്തിനെയും എൻ്റെ കൂട്ടുകാരെയും അവരെ കാണുന്നതിന് വേണ്ടി അവരുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലുന്ന ദിവസമാണല്ലോ. സഹോദരങ്ങളെ, ആ രൂപത്തിൽ സന്തോഷത്തോടുകൂടി റബ്ബിലേക്ക് മടങ്ങാൻ ഇബാദത്തുകൾ ഒരുക്കി വെച്ചുകൊണ്ട്, സ്വർഗ പ്രവേശത്തിന് ആവശ്യമായ അമലുകൾ ഒരുക്കി വെച്ചുകൊണ്ട് സന്തോഷപൂർവ്വം റബ്ബിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിത്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മുഹ്സിനായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അയ്യുഹൽ ഇഖ്വാന വൽ അഖവാത് ഉസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കവേ പ്രവാചകൻ അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് അങ്ങ് ചിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ എനിക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, ഏത് സൂറത്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പാരായണം ചെയ്തു കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. സൂറത്തുൽ കൗസർ അവിടുന്ന് പ്രവാചകന് അവതരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്? ഇന്നാ അഅതൈനാകൽ കൗസർ. മുഹമ്മദേ, പ്രവാചകരെ, അങ്ങേക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദ്റൂന മൽ കൗസർ, കൗസർ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിനും അവൻ്റെ റസൂലുമാണ് ഏറ്റവും നന്നായി അറിയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹു നഹർ, അതൊരു അരുവിയാണ്. അതിൻ്റെ പേരിൽ ധാരാളം നന്മ എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹുവ ഹൗദുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ. ഖിയാമത്തിന്റെ നാളിൽ ആ ഹൗദിന്റെ അടുക്കലേക്ക് എൻ്റെ ഉമ്മത്ത് വരും. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ ഹൗദിന്റെ അരികിലേക്ക് നാളെ പരലോകത്ത് ചെല്ലും. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ടാകും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആനിയതുഹു അദദുൻ നുജൂം, അതിലെ പാത്രങ്ങൾ അത് നക്ഷത്രങ്ങളെ പോലെയാണ്. എന്നാൽ ആ സമയത്ത് ആ ഹൗദിന്റെ അടുക്കലേക്ക് ആളുകൾ വരുന്ന സമയത്ത് ചില ആളുകൾ അവിടെ തടയപ്പെടും. ചില ആളുകൾക്ക് ആ ഹൗദിന്റെ അടുക്കലേക്ക് പ്രവേശനം ഉണ്ടാവില്ല. നോക്കൂ, നിങ്ങൾ ആ രംഗം ഒന്ന് ആലോചിക്കണം. അവിടെ ഹൗദുൽ കൗസർ ഉണ്ട് എന്നറിയാം, ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകനോടെയുണ്ട് എന്നറിയാം, പക്ഷെ കാണാൻ പറ്റാത്തൊരവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെയുണ്ട്, പക്ഷെ കാണാൻ പറ്റൂല. ആളുകളെ തടയൻ. ആ സമയത്ത് കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, അവിടുന്ന് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി ഇന്നഹു മിൻ ഉമ്മത്തി, അവരെന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. എന്താണ് അവരെ എന്റെ അടുക്കിലേക്ക് വിടാത്തത്? എന്താണ് അവരെ ഈ ഹൗദിന്റെ അടുക്കിലേക്ക് വിടാത്തത്? ആ സമയത്ത് അവിടുന്ന് മറുപടി പറയപ്പെടും, പ്രവാചകരെ മാ തദ്രി മാ അഹ്ദസു ബഅദക്, പ്രവാചകരെ താങ്കൾക്ക് ശേഷം എന്തെല്ലാമാണ് ഈ ദീനിൽ ഇവർ ഉണ്ടാക്കിയത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് പറയപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, ആരാണ് തടയപ്പെടുന്ന ആളുകൾ? ബിദ്അത്ത് ചെയ്യുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിലില്ലാത്ത ഇബാദത്തുകൾ നന്മയാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളുകളാണ്. അവര് നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അവിടെ തടയപ്പെടുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട് എന്നറിഞ്ഞിട്ടും ഒരു നോക്ക് പോലും പ്രവാചകനെ കാണാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത്, ബിദ്അത്തുകൾക്ക് വലിയ ഗൗരവം നമ്മൾ കാണിക്കണം. അത് ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ സകലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവുമില്ല, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാനത് നിങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാതെ. സ്വർഗപ്രവേശത്തിന് ആവശ്യമായ സകലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, നരകത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സകലതും ഞാൻ നിങ്ങളോട് താക്കീത് ചെയ്തിട്ടുണ്ട്. സകലതും സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തറക്കനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ത്വാഇറുൻ യുഖല്ലിബു ജനാഹൈഹി ഫിൽ ഹവാ ഇല്ലാ വഹുവ യുദക്കിറുനാ മിൻഹു ഇൽമാ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുണ്ടല്ലോ, അവയുടെ ചിറകിനുള്ളിൽ എന്തെങ്കിലും അറിവുണ്ട് എങ്കിൽ അതുപോലും പറഞ്ഞു തന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ സകലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദീനാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചതുമാണ്. ഇതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനോ വെട്ടിച്ചുരുക്കാനോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്തിനെ കൃത്യമായി മനസ്സിലാക്കുവാനും ബിദ്അത്തുകളോട് വിട പറയുവാനും ബിദ്അത്തുകൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുവാനും നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഇതെല്ലാം ബിദ്അത്താണ് എന്ന് ബിദ്അത്തുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ പറയുന്നത്, ഇത് നല്ലതല്ലേ, നിസ്കാരമല്ലേ, ഇത് നല്ല ബിദ്അത്തല്ലേ എന്നാണ്, ബിദ്അത്തുൻ ഹസന എന്നാണ്. സഹോദരങ്ങൾ, അവരോട് ചോദിക്കുക, എന്താണ് ചീത്ത ബിദ്അത്ത്? എന്താണ് ചീത്ത ബിദ്അത്ത്? കള്ളുകുടിയുടെ കൂടെ ബിദ്അത്ത് വരുമോ? കൊല ചെയ്യുന്നതിന്റെ കൂടെ ബിദ്അത്ത് വരുമോ? കളവിന്റെ കൂടെ ബിദ്അത്ത് വരുമോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ബിദ്അത്ത് വരിക സൽക്രമങ്ങളുടെ മേൽമൂടി അണിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിൽ ദിക്റുകൾ ഉണ്ടാകും, തസ്ബീഹുകൾ ഉണ്ടാകും, തഹ്ലീലുകൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷേ റിസാലത്തിന്റെ മുദ്രയുണ്ടായിരിക്കുകയില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പഠിച്ചറിയുക. നോക്കൂ, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ ഒന്നാം ഭാഗത്തിന്റെ വിപരീതമാണ് ശിർക്ക് എന്നതുപോലെ തന്നെ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യത്തെ പൊളിച്ചു കളയുന്നതാണ് ബിദ്അത്തുകൾ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.